ഹലോ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഈ മാറിയ പാറ്റേണിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഞാനും എന്റേതായ രീതിയിൽ ഒരു സ്ട്രാറ്റജി ഇട്ടിട്ടുണ്ട്. ഓക്കെ, പുതിയ രീതിക്ക് അനുസരിച്ച് പഠിക്കുന്നതിനെ കുറിച്ചുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ അതിന് കേരള PSC സ്റ്റഡി മോഡൽ എന്നാണ് പേരിടേണ്ടത്. ഇപ്പോ എന്റെ പേര് കിരൺ ആയതുകൊണ്ടും രണ്ടിലും കെ ഉള്ളതുകൊണ്ടും അത് കിരൺസ് ന്യൂ PSC സ്റ്റഡി മോഡൽ നമ്മൾ പേരിട്ടിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഈ പുതിയ രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളെ കുറിച്ചും പുതിയ രീതിയിലുള്ള സ്റ്റഡീസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺസ് എല്ലാം ഇഷ്ടപ്പെടുന്നു, ഓക്കെ, ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നു, അങ്ങനെയാണെങ്കിൽ ഈ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കഴിയുന്നത്ര ആളുകളിലേക്ക് ഇത് എത്തിക്കുക. നിങ്ങൾക്ക് ഇത് ഗുണകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഹെൽപ്പ് ആയി തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ സെക്ഷനിലേക്ക് പോവാം. സോ ഇതൊരു ടെലിഗ്രാം ചാനലാണ്. നിങ്ങൾക്ക് ഈ പുതിയ മെത്തേഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സിന്റെയും PDF ഈ ടെലഗ്രാം ചാനലിൽ കിട്ടുന്നുണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ അല്ലെങ്കിൽ @കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3. ഓക്കെ, അപ്പോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് വീഡിയോ കണ്ടിരിക്കണം. ഓക്കെ, അതായത് ഡിഗ്രി ലെവൽ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ആണ് ഇപ്പൊ എക്സാം വരുന്നത്. അപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണം. ഓക്കെ, 10th പ്രിലിംസ് ആൻഡ് മെയിൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും എന്നുള്ള വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതൊന്ന് കാണും. പിന്നെ PSC സ്ട്രാറ്റജി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, 6 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഏതാണ് എന്നുള്ളതെല്ലാം ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷമായിരിക്കണം ഈ ഒരു വീഡിയോ കാണേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടാനും എന്താണ് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എല്ലാ വീഡിയോയും സ്ട്രാറ്റജി പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗത്തുണ്ട്. ഓക്കെ, കൂടാതെ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാവുന്നു. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ PSC പാറ്റേൺ 2021 ചേഞ്ച് ചെയ്തു സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ 4 വർഷമായി, നമ്മൾ 5ാമത്തെ വർഷത്തിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു. ഒരു പഞ്ചവത്സരതി എന്ന് പറഞ്ഞാൽ 5 വർഷമാണല്ലോ. അപ്പൊ ഒരു പഞ്ചവത്സരതിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സാർ അതെങ്ങനെയാ 2026 2021 22 23 24 അങ്ങനെ 21 ചേഞ്ച് ചെയ്തല്ലോ, അതുകൂടി ചേർത്തിട്ട്. ഓക്കെ, അല്ല ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? PSC ഓൾഡ് പാറ്റേൺ എന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയേണ്ട കാര്യം, ഓക്കെ, ഇപ്പൊ നമ്മുടെ PSC എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു പ്രസ്റ്റീജിയസ് എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒന്നും പറയരുത്. ഓക്കെ അല്ലേ? ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. ഓക്കെ, PSCയിൽ ഒരുപാട് പ്രശ്നമുണ്ട്, ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ അല്ലേ? ഒന്നും പെർഫെക്റ്റ് അല്ല, ഇൻക്ലൂഡിങ് UPSC പോലും ഒന്നല്ല പെർഫെക്റ്റ് അല്ല. അതിലെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ച് ആസ്പിരന്റ് സുപ്രീം കോടതി വരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? UPSCയുടെ ഒരുപാട് ഇതിനെതിരെ, ഓക്കെ അല്ലേ, അവരുടെ എന്താ പറയാ പ്രോബ്ലംസിനെതിരെ ആസ്പിരൻസ് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എക്സാം പാറ്റേൺ വരെ സ്ട്രൈക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു സിസ്റ്റവും പെർഫെക്റ്റ് ഒന്നുമാണ്. പക്ഷെ നമ്മുടെ PSC ഇപ്പൊ പുതിയ രീതിക്ക് കൊണ്ടുവന്ന് ഒരു മോണോട്ടോണസ്, അതായത് ഒരേ രീതിയിൽ ഉണ്ടായിരുന്ന എക്സാമിനെ ഇങ്ങനെയല്ല മക്കളെ, ഇതാണ് എക്സാം എന്ന് പറയുന്ന രീതിക്ക് മാറ്റുകയും നമ്മുടെ എല്ലാവരുടെയും സ്റ്റഡി മെത്തേഡ് മാറ്റുകയും നമ്മളെ കൊണ്ട് തത്തമ്മയെ പൂച്ച പൂച്ച കാണാപ്പാടം പഠിക്കുന്ന മെത്തേഡിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കണം എന്ന് ഒരു രീതിക്ക് വരുത്തുകയും ചെയ്യുന്നതിൽ PSC നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കേരള PSC എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, സെൻട്രൽ ഗവൺമെന്റ് ജോബിനുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെക്കാളും ടഫറാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കിയുള്ളൂ. അതർ സ്റ്റേറ്റ് PSCയെക്കാളും ടഫറാണ്. ഓക്കെ അല്ലേ? UPSCയെക്കാളും ടഫർ ഒന്നുമല്ല. UPSC ആണ് എന്ത്, ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം. അതിൽ ഒരു കാര്യമില്ല, എന്തില്ല, അതുമായിട്ടൊരു കോമ്പറ്റീഷനും ഇല്ല. അത് വീട്. ഓക്കെ അല്ലേ? അത് എല്ലാവരും വീട്. ഓക്കെ ആണല്ലോ? ഇപ്പൊ നിങ്ങൾ PSC പഠിക്കുന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രൗഡ്ലി പറയാൻ പറ്റും. കാരണം എന്താ? കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കേണ്ടതും നല്ല ലെവലുള്ളതുമായ ഒരു എക്സാം ആണ്. UPSC എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ കളക്ടർ ആവുന്നു എന്നതുകൊണ്ട് മാത്രമല്ല.
അത് ക്ലിയർ ചെയ്യാനുള്ള അതിന്റെ ടഫ്നെസ്. ഓക്കെ, അതുകൂടി കൊണ്ടാണ് ആ എക്സാമിന് എന്ത് കിട്ടുന്നത്, ഇത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അതുപോലെ ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് എക്സാം ആയിട്ട് ഈ കേരള PSC മാറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യം എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, എക്സാം വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം, ഇത് മനസ്സിലായിട്ടുള്ള കാര്യം. ക്ലിയർ ആണല്ലോ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്നത്? അപ്പൊ നമുക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ പാറ്റേൺ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, സോ UPSC ലെവലിൽ പഠിക്കണം എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. അങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പക്ഷെ UPSC ലെവലിൽ പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ UPSC ആസ്പിരന്റിന്റെ കുറച്ച് ക്വാളിറ്റീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പഠിക്കുന്ന രീതി. ഓക്കെ, ആ പഠിക്കുന്ന രീതിയിൽ ഒന്നാണ് അനാലിസിസ് കേപ്പബിലിറ്റി, വിശകലനം ചെയ്യാനുള്ള കഴിവ്. നിങ്ങൾക്ക് എത്രത്തോളം ഒരു ടോപ്പിക്കിനെ കൊണ്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. ഓക്കെ, ആ പ്രതിഷ്ഠ നടത്തിയ വർഷം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ആ വർഷം പുള്ളി അത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അനാലിസിസ് സ്കിൽ ഉണ്ട്. ഓക്കെ, GDP ഇന്ത്യയുടെ 5ാം സ്ഥാനത്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കറണ്ട് അഫയർ പാറ്റേണിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഗുണമുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലെവൽ സ്കിൽ ഉണ്ട്. ഓക്കെ, പിന്നെ ആശയങ്ങൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ, ഭരണഘടനാ അസംബ്ലി 1946 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 1949 എന്ത് ചെയ്തത്, നമുക്ക് ഭരണഘടന വന്നത്. ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വർഷത്തോളം എടുത്തിരിക്കുന്നത്. പിന്നെ 1 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിനുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ പുതിയ രീതിയിൽ പഠിക്കാൻ പറ്റും. ഇതാണ് നിങ്ങൾ UPSC ആസ്പിരൻസിന്റെ കയ്യിൽ നിന്ന് എടുക്കേണ്ട ക്വാളിറ്റീസ്, പഠിക്കേണ്ട രീതി. അല്ലാതെ UPSC ലെവലിൽ പോയി പഠിക്കുകയല്ല വേണ്ടത്, പഠിക്കേണ്ട രീതിയിലുള്ള മാറ്റമാണ്. ഒന്ന്, അനാലിസിസ് കേപ്പബിലിറ്റി ഉണ്ടാവണം. 2, അപ്ലിക്കേഷൻ ലെവൽ സ്കിൽ ഉണ്ടാവണം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എന്താ പറയാ കഴിവ് വേണം. ഓക്കെ, ഈ ക്വാളിറ്റീസ് ആണ് UPSC സ്റ്റഡി നിങ്ങൾ എടുക്കേണ്ടത്, അല്ലാതെ പഠിക്കേണ്ട കാര്യങ്ങൾ. അത്രയും മനസ്സിലായി? ഓക്കെ അല്ലേ? സാർ ഇത് എങ്ങനെയാ കിട്ടുക? ഒറ്റ ദിവസം കൊണ്ട് കിട്ടണം? ഇത് എളുപ്പമൊന്നുമല്ല കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിന് എന്ത് വേണം? പ്രാക്ടീസ് വേണം. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ സംഭവം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. അത് മാറ്റാതെ ഈ സംഭവം നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ അല്ലേ? ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ മാറ്റാവുന്ന രീതിയല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത് കാണാപ്പാഠം പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. സർ ഗ്രേഡിംഗ് പാറ്റേണിലേക്ക് മാറിയിട്ടുണ്ട്, മാറിക്കോട്ടെ. ഓക്കെ അല്ലേ? എന്നാലും നമ്മൾ എല്ലാവരും എന്തിലാ എഴുതിയിരിക്കുന്നത്, ആക്ച്വലി കാണാപ്പാഠം പഠിച്ച് തന്നെയാണ് എക്സാം എഴുതിയിരിക്കുന്നത്. ക്ലിയർ? നമ്മുടെ ലക്ഷ്യം എന്താ? മാക്സിമം മാർക്ക് കിട്ടുക, അതാണല്ലോ ഉള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വരണം, അനലൈസ് ചെയ്യാൻ വരണം. അപ്പൊ ഇത്രയും കാലത്തെ, അതായത് ഒരു 5 വയസ്സ് മുതൽ ഏകദേശം 21-22 വയസ്സ് വരെയും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കാലത്ത് നമ്മൾ പഠന രീതി മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള പണിയല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പഠിക്കുന്ന പാറ്റേണിനെ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അല്ലാതെ നമുക്ക് ഈ ക്യാപ്പബിലിറ്റി എന്ത് ചെയ്യില്ല, വരില്ല. ഓക്കെ ആണല്ലോ സർ? അപ്പോ എത്ര പെട്ടെന്ന് നിങ്ങൾ ഈ പാറ്റേണിലോട്ട് ചേഞ്ച് ആവുന്നോ അത്രയും പെട്ടെന്ന് എക്സാമിൽ ടോപ്പ് ആരായിരിക്കും, നിങ്ങൾ അനുസരിച്ചായിരിക്കും. ഓക്കെ അല്ലേ? എന്താണ് PSC പുതിയ പാറ്റേൺ ഉണ്ടാക്കിയ മാറ്റം? ഓക്കെ, അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ PSC സിലബസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ നടത്തുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. അതായത് മുമ്പ് 2021 മുമ്പ്, ഓക്കെ അല്ലേ, PSC പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളും എന്ത് നോക്കില്ല, സിലബസ് നോക്കില്ല. ആകെ എന്ത് പഠിക്കും? ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, പിന്നെ കുറെ ന്യൂസ് എന്നുള്ള കറണ്ട് അഫെയർ. ഓക്കെ അല്ലെ? മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇടയ്ക്ക് കുറച്ച് സയൻസ്. ഇതെല്ലാം നോക്കി പഠിച്ച് എക്സാമിന് പോയാൽ എന്ത് ചെയ്യും? PYQ. ഇത് മാക്സിമം പഠിച്ചാൽ എന്ത് പറ്റും? കിട്ടും. ഒരാളും സിലബസ് എന്ത് ചെയ്യില്ല, നോക്കില്ല. ഇപ്പോ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് സിലബസിലാണ്. ഓരോ പരീക്ഷയ്ക്കും എന്താണ്, സിലബസ് വ്യത്യാസമാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്നതിലെ മാറ്റത്തിൽ ഒന്നാമത്തെ കീ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ, ചോദ്യമാതൃക എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പാറ്റേൺ മൊത്തമായിട്ട് അവർ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ഇപ്പോൾ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്?
6 ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ അല്ലേ? 2 ലെവൽ എക്സാം ഉണ്ട്. ഒരു എക്സാമിന്റെ പേരാണ് പ്രിലിംസ്, ഒരു എക്സാമിന്റെ പേരാണ് മെയിൻസ്. ഓക്കെ അല്ലേ? ഡിഗ്രിക്ക് ഇപ്പൊ 2 പേപ്പർ ഉണ്ട്. ഒരു എക്സാം ആണ് പേപ്പർ 1, ഒരു എക്സാം ആണ് പേപ്പർ 2. ഓക്കെ, ഫൈൻ. സോ ഡിഫറെന്റ് സിലബസ് എല്ലാം എന്തുണ്ട്, വ്യത്യസ്തമാണ്. ഓക്കെ അല്ലേ? ഈ പഴയ പാറ്റേൺ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഈ സംഭവം കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ സ്ട്രാറ്റജി എന്ത് ചെയ്യണം, ആവശ്യമുണ്ട്. എന്താണ് ആ പുതിയ സ്ട്രാറ്റജി? 6 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് എന്തുള്ളത് നമുക്കിപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ പേര് ഫാക്ട്, രണ്ടാമത്തെ പേര് മാച്ച് ദ ഫോളോയിങ്, 3 ടൈം ലൈൻ, 4 സ്റ്റേറ്റ്മെന്റ്, അസേഷൻ റീസൺ, അനാലിസിസ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ 6 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് LDC, 10th മെയിൻസ്, +2 എക്സാം, CPO, WCPO, ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ്. എന്നെ അവിടെ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ ഇവിടെ ബാക്കിയുള്ളത്? ആകെ ബാക്കിയുള്ളത് 10th പ്രിലിംസും LGS എക്സാം മാത്രമേ ഉള്ളൂ. അതായത് 10th എക്സാം, +2 എക്സാം, എന്താണ് ഡിഗ്രി എക്സാം, എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോളൂ. ഈ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ അതിൽ കാണും. ഓക്കെ അല്ലേ? 6 ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നുണ്ടാവും, അതിലുണ്ടാവും. ഫാക്ട് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, ടൈം ലൈൻ ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അസേഷൻ റീസൺ ഉണ്ടാവും, അനാലിസിസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അനാലിസിസ് ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി മാത്രം 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക. ഓക്കെ അല്ലേ? അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം മനസ്സിലായി. ഒരു LDC ആണെങ്കിലും ഒരു ഡിഗ്രി മെയിൻസ് ആണെങ്കിലും എനിക്ക് 6 ടൈപ്പുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, കിട്ടും. എന്ന് വെച്ചാൽ എല്ലാ എക്സാം എന്താണ്, ഏകദേശം സെയിം ലെവലിലേക്ക് ആക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. സോ ഡിഗ്രി പഠിക്കണവും 10th പ്രിലിംസ് പഠിക്കണവും സെയിം ആണോ? അങ്ങനെയല്ല. എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ അല്ലേ? ഡിഗ്രിക്ക് പേപ്പർ 1, പേപ്പർ 2 അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റം ഉള്ളത് കൊണ്ട് നമുക്ക് എന്തുണ്ട്, അത് ടഫാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണല്ലോ. ഡൺ. പക്ഷെ ഈ എല്ലാ ക്വസ്റ്റിനും വരുന്നുള്ള കാര്യം ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ. അപ്പോ നമുക്ക് സിലബസ് ഒന്ന് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ഓക്കെ. അതിനുവേണ്ടി ഞാൻ ചെക്ക് ചെയ്യുന്നത് കേരള ഹിസ്റ്ററി സിലബസ് ആണ്. ഓക്കെ. ഇത് LDC, 10th സിലബസ്, +2 സിലബസ് എല്ലാം ആണ്. ചരിത്രം 5 മാർക്ക്, കേരളം, യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂറിന്റെ ചരിത്രം, നവോത്ഥാന പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, സാഹിത്യ സ്രോതസ്, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരള സാമൂഹ്യ ചരിത്രം. ഇതാണ് സിലബസ്. ഓക്കെ അല്ലേ? ഇവിടെ CPO സിലബസ് യൂറോപ്യന്മാരുടെ വരവ്, സംഭാവന, മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ ചരിത്രം, നവോത്ഥാന പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം, സാഹിത്യ സ്രോതസ്, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരള ചരിത്രം, കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഓക്കെ അല്ലേ? ഡിഗ്രി പ്രിലിം സിലബസ് യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവന, മാർത്താണ്ഡവർമ്മ, എന്താ പറയാ, തിരുവിതാംകൂർ രാജവംശം, സോഷ്യൽ റിഫോമേഴ്സ്, നാഷണൽ മൂവ്മെന്റ്, ലിറ്റററി സോഴ്സസ്, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷം. ഡിഗ്രി മെയിൻസ് ഇതേ സാധനം. ഇപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ആക്ച്വലി ഒരു LDC എക്സാം, ഒരു 10th പ്രിലിംസ്, മെയിൻസ് തൊട്ട് ഡിഗ്രി വരയ്ക്കും ഇതിന്റെ സിലബസ് സെയിം തന്നെയല്ലേ? പഠിക്കാനുള്ളത് ഒരേ കാര്യമല്ലേ? ഓക്കെ അല്ലേ? അപ്പോ 6 ടൈപ്പിലുള്ള ക്വസ്റ്റ്യനും വരില്ലേ ആക്ച്വലി? എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരേപോലെ അല്ലേ പഠിക്കേണ്ടത്? യെസ് സാർ, എല്ലാത്തിനും ഇങ്ങനെയല്ല. റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത്. ഇപ്പൊ ഈ കാര്യം മനസ്സിലായോ? അതെ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കേരള ഹിസ്റ്ററിയുടെ സിലബസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഓക്കെ അല്ലേ? എല്ലാ വിഭാഗത്തിനും ഒരേ സിലബസ് ആണ്. പക്ഷെ എന്തിൽ വ്യത്യാസമുണ്ട്? മാർക്കിലെ ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. നമുക്കൊരു 5 മാർക്ക് എന്തുണ്ട്, 10th ലെവലിനും +2 ലെവലിനും കിട്ടുവാണെങ്കിൽ ഡിഗ്രി ലെവലിൽ പോകുമ്പോൾ എന്ത് കിട്ടും? 10 മാർക്ക് കിട്ടും. സർ, കേരള ഹിസ്റ്ററി എന്നാണോ? അല്ല, ഹിസ്റ്ററി പോർഷൻ എന്ന് മൊത്തം. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. ഈ ഐഡിയ ഒന്നാമത് കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇനി അടുത്ത സാധനം പറയാം. എല്ലാ സബ്ജക്റ്റും ഇങ്ങനെയാണോ? അല്ല. ഓക്കെ. എക്സാമ്പിൾ, ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ. സിലബസ് എൻറ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്തു? ചേഞ്ച് ആയി. നോക്കിയോ? ഓക്കെ അല്ലേ? ഇതാണ് LDC 10th മെയിൻസിനുള്ള ഇന്ത്യൻ ഭരണഘടന. 5 മാർക്ക് ഇത്ര ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ? 10th മെയിൻസ്, സോറി, അത് 10th അല്ല, +2 ആണ്. +2 എക്സാം. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടന എത്ര? 8 മാർക്ക് ഇത്രയും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ? ഡിഗ്രി പ്രിലിംസ് എത്ര മാർക്കാ? 5 മാർക്ക്. ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ അല്ലേ?
ഡിഗ്രി മെയിൻസിന് പോയപ്പോഴോ സാധനം ആകെ മാറി. ഓക്കെ അല്ലേ? 15 മാർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തുണ്ട് പഠിക്കാനുള്ളതുണ്ട്. എല്ലാ ടോപ്പിക്കും പഠിച്ച് എന്ത് ചെയ്യും, ഓരോന്നും ഓരോ മാർക്ക് കിട്ടുന്ന രീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ സബ്ജക്ട്സിനെ രണ്ടായി തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നെന്താ, സബ്ജക്ട് ചേഞ്ച് ചെയ്യുന്നത്. രണ്ട്, സബ്ജക്ട് ചേഞ്ച് ആവുന്നത്. എന്തില്? സിലബസിൽ. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കും, ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ്, ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ, IT. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ 10th മെയിൻസ് തൊട്ട് ഡിഗ്രി എക്സാംസ് വരെയുള്ള എല്ലാത്തിന്റെയും സിലബസ് എടുക്കുക. ഓൾമോസ്റ്റ്. സോ ഒരു ചേഞ്ചും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഓൾമോസ്റ്റ്. ഇപ്പൊ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാണിച്ചു തന്ന പോലെ മൊത്തമായിട്ട് ചേഞ്ച് ഇല്ല. ഓക്കെ അല്ലേ? ഏകദേശം എല്ലാത്തിന്റെയും സിലബസ് എന്താ, ഓൾമോസ്റ്റ് കോമൺ ആണ്. സാർ എന്തൊക്കെയോ എവിടെയൊക്കെയോ വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? ഈ വിഷയങ്ങളിൽ ചെറിയ മാറ്റമുണ്ട്. ആ മാറ്റം നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. എക്സാമിന് വേണ്ടിയിട്ട് GST ഉണ്ടെന്ന് വിചാരിക്കും. GST നമുക്ക് പ്രധാനമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്, ഡിഗ്രി എക്സാംസിനാണ്. അങ്ങനെ നമുക്ക് പ്രധാനമായിട്ട് ഇത് എവിടെ വരും, ഡിഗ്രി എക്സാംസിന് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഫോറിൻ പോളിസി എന്ന് പറഞ്ഞൊരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഡിഗ്രിക്കുള്ളതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എവിടെ കാണാനില്ല, 10th-നും +2-നും കാണാനില്ല. അപ്പോൾ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെ വരാൻ സാധ്യതയുണ്ട്, ഡിഗ്രിയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരത് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഒരു സിലബസ് ആക്കി കൊടുത്തിരിക്കുന്നത്. യെസ്, പറയുന്നത് കിട്ടുന്നുണ്ടാ? യാ. ഓക്കെ, അപ്പോ സബ്ജക്ട് ചേഞ്ച് ചെയ്താ കോൺസ്റ്റിറ്റ്യൂഷൻ. കറണ്ട് അഫെയർ എല്ലാ എക്സാംസിനും ഏകദേശം സെയിം എന്നല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഒരു LDC തൊട്ട് ഡിഗ്രി വരെ പഠിക്കുന്ന, ഡിഗ്രി മെയിൻസ് വരെ പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 37 മാർക്ക് എന്ത് കിട്ടും, പൊതുവായിട്ടുള്ളതാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്ക് എന്താണ്, കോമൺ ആണ് എല്ലാ എക്സാമിനും. നിങ്ങളൊരു മാത്സ് പഠിക്കുമ്പോഴോ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴോ ഏറ്റവും ബേസ് ആണോ പഠിക്കുക? അല്ലല്ലോ. എന്തൊക്കെ വരാൻ പറ്റുമോ എല്ലാം പഠിക്കില്ലേ? സെയിം ലോജിക്. ഓക്കെ ആണല്ലോ? എന്ന് വെച്ചാൽ ഒരു 100 മാർക്ക് ഉണ്ടെങ്കിൽ 67 മാർക്ക് എക്സാമിന്റെ സ്ട്രക്ചർ അനുസരിച്ച് കോമൺ ആയിരിക്കും. ഈ കോമൺ ആയി 67 മാർക്ക് പ്രിപ്പയർ ചെയ്ത നിങ്ങൾ, സാറേ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നു, CTOക്ക് പ്രിപ്പയർ ചെയ്യുന്നു, SIക്ക് പ്രിപ്പയർ ചെയ്യുന്നു, ഡിഗ്രി മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നു, ഞാൻ എങ്ങനെ പഠിക്കണം? എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇത്രയും മാർക്ക് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്ക് ഏതിലാണ്, സ്പെഷ്യൽ ടോപ്പിക്. ഏതാണോ സ്പെഷ്യൽ ടോപ്പിക്, ആ സ്പെഷ്യൽ ടോപ്പിക്. ഓക്കെ അല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ SIക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 45 എന്നൊക്കെ പറഞ്ഞ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ആ 45-ലും ഇതിലുള്ള 67 എന്ത് ചെയ്യും, വരും. കാരണം എന്താ, ഇൻഫർമേഷൻ ആക്ട് ഇല്ലേ, എന്താ പറയാ, IT ഇല്ലേ, വിവരാവകാശ നിയമം ഇല്ലേ, അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, 67. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ എല്ലാത്തിനും ഒരുമിച്ച് പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, കോമൺ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും എടുത്തു. അത് മൊത്തമായിട്ട് എന്ത് ചെയ്തു, അടിപൊളിയായിട്ട് വൃത്തിയില് പുതിയ രീതിയില് 6 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാവുന്ന രീതിയിൽ എന്ത് ചെയ്തു, പഠിച്ചു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അത്രയും പോർഷൻ എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താണോ അതിൽ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് അത് അത് ഡീറ്റെയിൽഡ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് എന്ത്, ടോപ്പ്. ഓക്കെ. പ്രൊഫസർ അടുത്ത ഡൗട്ട്, എന്നാ പിന്നെ എല്ലാ സിലബസിലും എല്ലായിടത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറയണോ അത്ര വലിയ സ്ട്രാറ്റജി? അല്ല, റിലാക്സ്. ഇത്രയും കാര്യം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ചില ടോപ്പിക്സ് എന്തിനുണ്ട്, മെയിൻസിന് മാത്രമുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് നമ്മൾ എന്ത് വിളിക്കും, സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് വിളിക്കും. ഇപ്പൊ 10th മെയിൻസിനാണെങ്കിൽ കേരള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ആക്ട്സ് ഉണ്ട്. ഓക്കെ. യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് പോർഷൻ ഉണ്ട്, CRPC, IPC. ഓക്കെ. ഡിഗ്രി എക്സാംസ് ആണെങ്കിൽ പേപ്പർ 2 ഉണ്ട്. അത്രയും കറക്റ്റ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിലബസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രിലിംസിനുള്ളത്, രണ്ട് മെയിൻസിനുള്ളത്, മൂന്ന് പ്രിലിംസിനും മെയിൻസിനും ഉള്ളത്. അപ്പൊ സിലബസ് നിങ്ങൾക്ക് നോക്കാൻ പഠിച്ചില്ലേ? പഠിച്ചു. ഓക്കെ അല്ലേ? എല്ലാത്തിലും കോമൺ ഉള്ളതിനെ നമ്മൾ എന്തിലിടും, പ്രിലിംസിലും മെയിൻസിലും ഇടും. ഓക്കെ അല്ലേ? മെയിൻസിന് മാത്രമുള്ള ആ ടോപ്പിക് നമ്മൾ എവിടെ ഇടും, മെയിൻസിലിടും. പ്രിലിംസിന് മാത്രമുള്ള ടോപ്പിക് നമ്മൾ എവിടെ ഇടും, പ്രിലിംസിനിടും. ഇത് 10th ആണെങ്കിലും +2 ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും സെയിം ലോജിക്. ഓക്കെ അല്ലേ? എടുക്കുന്ന ടോപ്പിക് എങ്ങനെയാണോ പഠിക്കേണ്ടത് അതേ രീതിയിലാണ് എന്ത് ചെയ്യുക, എല്ലാ സംഭവത്തിനും പഠിക്കുക.
കിട്ടിയോ? കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി ഒരു ടൈം ടേബിൾ ഇടും. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്ട് വൈസ് അല്ല. സബ്ജക്ട് വൈസ് എന്ന് വെച്ചാൽ എന്താ? ഇന്ന് ഞാൻ ജോഗ്രഫി പഠിക്കുന്നു, നാളെ ഞാൻ ഹിസ്റ്ററി പഠിക്കുന്നു, അടുത്ത ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു? ഭരണഘടന പഠിക്കുന്നു, പിന്നീട് ഞാൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നോക്കുന്നു. അങ്ങനെയല്ല നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ടൈം ടേബിൾ വളരെ സിമ്പിൾ ആയ ഒരു ടൈം ടേബിൾ ആണ്. ഒന്നാമത്തെ ദിവസം പ്രിലിംസിനുള്ള ടോപ്പിക് നമ്മൾ പഠിക്കുന്നു. രണ്ടാമത്തെ ദിവസം മെയിൻസിനുള്ള ടോപ്പിക് നമ്മൾ പഠിക്കുന്നു. മൂന്നാമത്തെ ദിവസം പ്രിലിംസും മെയിൻസും ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോപ്പിക് പഠിക്കുന്നു. എല്ലാ സൺഡേസും നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് അഫയർ പഠിക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് ടൈം ടേബിൾ. ഓക്കെ അല്ലേ? ഇത് വർക്കിംഗ് പ്രൊഫഷണൽസിനും വീട്ടമ്മമാരും ഹോം മേക്കേഴ്സിനും എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ അല്ലേ? ഒരു ഹോളിഡേക്ക് പഠിച്ചിട്ട് അല്ലെങ്കിൽ എന്താ ഇന്ന സമയത്ത് സമയമുണ്ട് അപ്പൊ പഠിച്ചിട്ട് എന്ത് ചെയ്യില്ല? വർക്ക് ആവില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ ആദ്യം ടൈം ടേബിൾ ഇട്ടു. ഈ ടൈം ടേബിൾ ഇടാനുള്ള കാരണം മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ സിലബസ് നോക്കാൻ പഠിച്ചോ? പഠിച്ചു. PSC ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് സിലബസ് നോക്കിയിട്ട് പേപ്പർ ഇടുന്നു എന്നതിലാണോ? അതെ. അത് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ സിലബസ് നോക്കിയതിനു ശേഷം എന്ത് ചെയ്യും? ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്യും. പ്രിലിംസിനുള്ളത്, മെയിൻസിനുള്ളത്, പ്രിലിംസ് പ്ലസ് മെയിൻസിനുള്ളത്. എല്ലാ സൺഡേസിലും എന്ത്? കറണ്ട് അഫയർ. ടൈം ടേബിൾ സെറ്റായ? സെറ്റായി. എല്ലാ എക്സാംസിനും ഒരേ രീതിയിൽ പഠിക്കാനുള്ള കോമൺ കിട്ടി. ഓക്കെ അല്ലേ? സബ്ജക്ട്സ് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിന് ടോപ്പ് ആവണം. എന്തുകൊണ്ടാണ് എക്സാമിൽ ടോപ്പ് ആവേണ്ടത്? ഞാൻ ഒരുപാട് ലിസ്റ്റിലുണ്ട്. സന്തോഷം. ഓക്കെ അല്ലേ? എനിക്ക് നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താണ്? ലിസ്റ്റിലുണ്ട്. എന്ന് വെച്ച് ജോലി കിട്ടിയാ? ഇല്ല. ഓക്കെ അല്ലേ? ജോലി കിട്ടണമെങ്കിൽ എന്ത് വേണം? ടോപ്പ് ആവണം. നമ്മുടെ ലക്ഷ്യം എന്താ? ടോപ്പ് ആവും. ഇനി എങ്ങനെ നമുക്ക് ടോപ്പ് ആവാം? ഓക്കെ അല്ലേ? സാർ, ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം? ഡീപ്പായിട്ട് പഠിക്കാൻ തീരുമാനിച്ചോ? വേണ്ട. ഒരിക്കലും എന്ത് ചെയ്യില്ല? പഠനം തീരില്ല. ഓക്കെ അല്ലേ? ആൻസർ എന്താണ്? നോ ആണ്. അപ്പൊ നമ്മൾ ഈ ടോപ്പിക്സിനെ, ഓക്കെ അല്ലെ, എല്ലാത്തുനിന്നുമുള്ള ടോപ്പിക്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യും. ഒന്ന് ഓൾഡ് മെത്തേഡ് ടോപ്പിക്സ്, രണ്ട് ന്യൂ മെത്തേഡ് ടോപ്പിക്സ്. ഓൾഡ് മെത്തേഡ് ടോപ്പിക്സ് എന്ന് പ്രധാനമായിട്ട് ഫാക്ട്, ടൈം ലൈൻ, മാച്ച് ദ ഫോളോയിങ്, ഇതാണ് വരിക. ന്യൂ മെത്തേഡ് ടോപ്പിക്സ് എന്ന് സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസൺ, അനാലിസിസ്, ക്വസ്റ്റ്യൻ എല്ലാം വരാം. ഓക്കെ അല്ലെ? ന്യൂ മെത്തേഡ് ടോപ്പിക് എന്ന് 6 ടൈപ്പും വരാം. പക്ഷെ അതിന് എന്ത് വരും? സ്റ്റേറ്റ്മെന്റ്, അസേർഷൻ, റീസൺ, അനാലിസിസ്, ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? സോഴ്സ് എടുക്കുക. എന്താണ് സാർ സോഴ്സ്? SCERT, NCERT, ഗവൺമെന്റ് ഓതറൈസ്ഡ് സോഴ്സ്. ഓക്കെ അല്ലേ? ഈ സോഴ്സ് നമ്മൾ എടുക്കുന്നു. സോഴ്സ് വളരെ വലുതാണ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഭരണഘടനാ അസംബ്ലി ഉണ്ട്. ഞാൻ സോഴ്സ് എടുത്തു. എന്ത്? SCERT ബുക്ക്. ഓക്കെ ആണല്ലോ? +1, +2 SCERT ബുക്ക് ഒക്കെ ഞാൻ എന്ത് ചെയ്തു? നന്നായിട്ട് വായിച്ചു നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭരണഘടനാ അസംബ്ലി എന്തല്ല, ഞാൻ കണ്ട സാധനമല്ല. അത് എന്തുണ്ട്? അതൊരു ഒരുപാട് വലുതായിട്ടുള്ള ഒരു സംഭവമാണ്. നവസാമ്പത്തിക പരിഷ്കാരം, ന്യൂ എക്കണോമിക് പോളിസി, ഞാൻ എന്ത് ചെയ്തു? വായിച്ച് നോക്കി. +1 എന്ത് ചാപ്റ്റർ. ഓക്കെ ആണല്ലോ? ഇത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? എന്റെ അമ്മ ഇത്രയും പഠിക്കാനുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ചില ടോപ്പിക് അത്രയും വലുപ്പമാണ് സോഴ്സിലുള്ളത്. ആ സോഴ്സിലെ ടോപ്പിക് എന്താണ്? കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെയുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? 6 രീതിയിലുള്ള ക്വസ്റ്റ്യനും അതൊന്ന് ചോദിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഞാൻ ബയോളജിയിൽ ഒരു ടോപ്പിക് എടുത്തു. ടോപ്പിക്കിന്റെ പേരാണ് എന്ത്? രോഗങ്ങളും രോഗകാരികളും. ഓക്കെ അല്ലേ? ബാക്ടീരിയ രോഗം ഏതാണ്? വൈറസ് രോഗം ഏതാണ്? ഏത് രോഗമാണ് എന്ത് ചെയ്യുന്നത്? അമീബ ഉണ്ടാക്കുന്നത്? ഇതാണ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇതിനെ കഷ്ടപ്പെട്ട് അവർ അസേർഷൻ, റീസണോ അനാലിസിസ് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ അല്ലേ? അവരതൊന്ന് ചോദിക്കാം. മാക്സിമം ചോദിക്കാൻ പോകുന്നത് ഫാക്ട് ടൈപ്പ് ആയിരിക്കും. സാർ, അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇടും. എന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി അനലൈസ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിയിലാണ് പ്രവർത്തിച്ചത്. അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആയി കൂട്ടില്ല. അതൊരു ഫാക്ട് തന്നെ അല്ലേ? ഓക്കെ അല്ലേ? സെപ്പറേറ്റഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ? ഭരണഘടനാ അസംബ്ലിയിലേക്ക് അംബേദ്കർ ജോയിൻ ചെയ്യാനുള്ള കാരണം ഗാന്ധിജി ആയിരുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യണം? ആലോചിക്കണം. ഓക്കെ അല്ലേ? ഗാന്ധിജി ആയിരുന്നോ കാരണം? എന്തുകൊണ്ട് അംബേദ്കർ നേരിട്ട് വെക്കൂടെ എന്ന് ആലോചിക്കണമെങ്കിൽ അതെന്താണ്? അതാണ് ആക്ച്വൽ സ്റ്റേറ്റ്മെന്റ്. ബാക്കിയുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. മനസ്സിലായ? ഓക്കെ ആണല്ലോ? അപ്പൊ രോഗങ്ങളും രോഗകാരികളും എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടെങ്കിൽ അതൊന്നും എന്തേ വരുള്ളൂ? ഒരു ഫാക്ടോ. ഇനി അതിന് ടൈം ലൈൻ ഉണ്ടാ? ഇല്ല. ഒരു മാച്ച് ദ ഫോളോയിങ്ങോ? അത്രയല്ലേ വരുള്ളൂ. അപ്പോൾ അതിന്റെ ടോപ്പിക് നോക്കിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും? രണ്ടായി ഡിവൈഡ് ചെയ്യും. അപ്പൊ സ്റ്റെപ്പ് നമ്പർ ഒന്നെന്തായിരുന്നു? സിലബസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? പ്രിലിംസ്, മെയിൻസ്, പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്നുകൊണ്ട് എന്ത് ചെയ്ത്? ടോപ്പിക്കിനെ തിരിച്ചു.
സബ്ജക്റ്റിനാണോ? അല്ല, ടോപ്പിക്കിനെ തിരിച്ചു. എന്നിട്ട് സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ആ ടോപ്പിക്കിനെ വീണ്ടും തിരിച്ചു. എന്ത്? ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതാ, ഓക്കെ, ഓൾഡ് മെത്തേഡിൽ പഠിക്കേണ്ടതാ എന്ന് നമ്മൾ എന്ത് ചെയ്തു? രണ്ടായിട്ട് തിരിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാ തിരിച്ചത്? സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ. സോഴ്സ് എന്തൊക്കെയാ? SCERT, NCERT, ഗവൺമെന്റ് ഓതറൈസ് സോഴ്സ്. എന്താണ് സാർ ഈ ഗവൺമെന്റ് ഓതറൈസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിമ്പിൾ ആയി പറയാം. എന്താണ് ആക്ച്വലി? ഒരു നീതി ആയോഗ് ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താ? അതിന്റെ വെബ്സൈറ്റ്, ഓക്കെ അല്ലേ? ഒരു ആരോഗ്യ പരിപാടി ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താ? കേരള ആരോഗ്യ മിഷന്റെ വെബ്സൈറ്റ്, ഓക്കെ അല്ലേ? അത് ഗവൺമെന്റ് ഓതറൈസ് അല്ലേ? അതെ. വിവരാവകാശ നിയമം ഉണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് എന്താ? ആക്ട്, വിവരാവകാശ നിയമത്തിലുള്ള ആക്ട്, അതല്ലേ സോഴ്സ്. അത് കണ്ടുപിടിച്ചു, ഓക്കെ ആണല്ലോ? ഇപ്പൊ ലാസ്റ്റ് വിവരാവകാശ നിയമം പറഞ്ഞത് കൊണ്ട് വിവരാവകാശ നിയമം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ 6 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വന്നൂടെ? വരാം. അത്രയും സോഴ്സ് നമുക്ക് പഠിക്കാനുണ്ടോ? അതായത് അത്രയും ഡാറ്റ നമുക്ക് പഠിക്കാനുണ്ടോ? ഉണ്ട്. മനസ്സിലായോ? സ്റ്റെപ്പ് നമ്പർ 1 മനസ്സിലായോ? സ്റ്റെപ്പ് നമ്പർ 2 മനസ്സിലായോ? ഓക്കെ. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്യാം? 6 ടൈപ്പ് ചോദിക്കാം. അപ്പൊ ഞാൻ ഇന്ന് പഠിക്കാനിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയി പഠിക്കാനുള്ള സമയം ആവശ്യമാണ്. ഞാനിന്ന് പഠിക്കാനിരിക്കുന്നത് വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്, ഓക്കെ അല്ലേ? എന്താണ്? വിറ്റാമിനുകളുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ. അതൊന്ന് മാക്സിമം വരാൻ പോകുന്ന ഒരു ഫാക്ടും മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദിവസങ്ങൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? പക്ഷെ ഒരു നിയമം പഠിക്കാന്ന് വിചാരിക്കൂ, അത് 6 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? അതെ, ഓക്കെ അല്ലേ? ന്യൂസ് പേപ്പേഴ്സ് പഠിക്കാണ്ടിരിക്കുകയാണ്. എവിടത്തെ? കേരളത്തിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ, ഓക്കെ അല്ലേ? അതൊന്ന് മാക്സിമം വരാൻ പോകുന്ന ഒരു ഫാക്ടും മാച്ച് ദ ഫോളോയിങ്ങും ടൈം ലൈനുമാണ്. അതിനുള്ള കാര്യമേ എന്തുള്ളൂ? നമ്മുടെ സോഴ്സിലുള്ളൂ. മനസ്സിലായ? മനസ്സിലായി. പക്ഷെ നമ്മൾ ഗാന്ധിജിയും മാർത്താണ്ഡവർമ്മയും പഠിക്കുകയാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഗാന്ധിയൻ സ്റ്റഡീസിലും അല്ല സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഴുതിയിട്ടുണ്ട്, ഓക്കെ അല്ലെ? മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയി പഠിക്കണം. ഗവൺമെന്റ് ഓതറൈസ്ഡ് ബുക്ക് ഉണ്ട്, ഓക്കെ അല്ലെ? ആ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പൊ എന്ത് കിട്ടി? 6 ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓക്കെ അല്ലെ? അപ്പൊ സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യും? ഇടും. ആ സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി വീഡിയോ ഉണ്ടാവും. അതെന്ത് ചെയ്യുക? നോക്കുക, ഓക്കെ അല്ലെ? ഇപ്പോൾ എന്താ പഠിക്കുന്നത്? എങ്ങനെയാണ് മൊത്തമായിട്ട് ചെയ്യുക? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓരോ സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്കിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. പഴയ മോഡലിലാണോ പഠിക്കേണ്ടത്? പുതിയ മോഡലിലാണോ പഠിക്കേണ്ടത്? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇപ്പൊ കുറെ കൂടി ഈസി ആയ കാര്യങ്ങൾ, ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ടോപ്പിക്കുകൾ, നോർമൽ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകൾ, ഇങ്ങനെ എന്തുണ്ടാവും? 2 ടോപ്പിക്കായിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ടൈം ഫ്രെയിം ഇട്ടൂടെ? ഓക്കെ അല്ലേ? പ്രിലിംസിന്റെ ദിവസം നോർമൽ ആയി പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ഓക്കെ അല്ലേ? മെയിൻസിന്റെ ദിവസം ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ടോപ്പിക്കുകൾ, ഓക്കെ അല്ലേ? എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്തൂടെ? ഓക്കെ അല്ലേ? മനസ്സിലായ? മനസ്സിലായി. അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എല്ലാ ടോപ്പിക്കും ഒരേ രീതിയിലല്ല പഠിക്കേണ്ടത്. ചില ടോപ്പിക്കുകൾ എന്താണ്? ഓൾഡ് പാറ്റേണിലാണ്. ചില ടോപ്പിക്കുകൾ എന്താണ്? ന്യൂ പാറ്റേണിലാണ്. ഏറ്റവും അവസാനത്തെ കാര്യം, എൻടയർ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ? എക്സാം എഴുതാൻ വേണ്ടി പോവുള്ളൂ, ഓക്കെ അല്ലേ? 5 വർഷം കഴിഞ്ഞിട്ട് എക്സാം എഴുതും. അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, ഓക്കെ അല്ലേ? എന്ന് വെച്ചാൽ എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കണ്ടേ? ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ചില ടോപ്പിക്കുകൾ എടുക്കുക, ഓരോ സബ്ജക്റ്റും, ഓക്കെ. അതിന് നമ്മൾ എന്ത് വിളിക്കും? റാങ്ക് മേക്കിംഗ് ടോപ്പിക്, ഓക്കെ അല്ലെ? മാക്സിമം ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടാവുന്ന ടോപ്പിക്. ആ ടോപ്പിക്കുകൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? അത് ഓൾഡ് പാറ്റേണിലുള്ളതാണോ ന്യൂ പാറ്റേണിലുള്ളതാണോ റഫർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ച്വലി അതിനനുസരിച്ച് പഠിക്കുന്നു. കിട്ടിയാ? കിട്ടി, ഓക്കെ അല്ലേ? അപ്പൊ ടോപ്പിക് നമ്മൾ എങ്ങനെയാ സെലക്ഷൻ ചെയ്യുക? അതിനാണ് 2 കാര്യം. ഒന്നാമത്തെ കാര്യം എന്താ? സിലബസ്. സിലബസിൽ ഉണ്ടോ? CPO സിലബസിൽ ഉണ്ടോ? ഓക്കെ അല്ലേ? ഡിഗ്രി പ്രിലിം സിലബസിൽ സ്പെഷ്യൽ ആയിട്ട് എന്താണ് സാർ എഴുതി വെച്ചിരിക്കുന്നത്? അടിയന്തരാവസ്ഥ, ഓക്കെ. അതെന്ത് ചെയ്തിട്ടുണ്ട്? സ്പെഷ്യൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി എഴുതിയിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. പക്ഷെ എല്ലാ സിലബസിന്റെയും ബ്രാക്കറ്റിൽ 42, 44 അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഡിഗ്രിക്ക് മാത്രം പോയപ്പോ എന്ത് കാണാനില്ല? അങ്ങനൊന്നും കാണാനില്ല. വെറും ഭേദഗതി മാത്രം കാണാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്? എന്നെ കൊണ്ട് 42, 44 പഠിക്കാൻ മാത്രമല്ല പറഞ്ഞത്, എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി പഠിക്കേണ്ടത് എന്ത് ചെയ്യണം? എനിക്ക് അറിയണം എന്ന് മനസ്സിലായി. അപ്പൊ അക്കോർഡിംഗ് ടു എക്സാം, അക്കോർഡിംഗ് ടു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5 മാർക്കേ ഉള്ളൂ, ഓക്കെ ആണല്ലോ? അപ്പൊ അതൊന്ന് സെലക്ട് ചെയ്യുന്ന ടോപ്പിക് എന്തായിരിക്കും? കുറവായിരിക്കും. 8 മാർക്ക് ഉണ്ട് ഭരണഘടനയ്ക്ക്, ഓക്കെ അല്ലേ? എവിടെ? CPO എക്സാമിന് പോകുമ്പോ. അപ്പൊ കൂടുതൽ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം? പഠിക്കണം. ടോപ്പിക്കിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തു? ഓൾഡ് പാറ്റേൺ, ന്യൂ പാറ്റേൺ. ഐഡിയ കിട്ടിയാ? കിട്ടി, ഓക്കെ അല്ലേ? Done. അപ്പോ 2021 വരയ്ക്കും PSC സ്റ്റഡി എന്ന് വെച്ചാൽ എന്താ?
ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടന. ഇതാണ് സ്റ്റഡി. ഓക്കെ അല്ലേ? ഇതിനെന്ത് ചെയ്യുക? അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് അല്ല, ടോപ്പിക്സ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. എടുക്കുന്ന ടോപ്പിക്കുകളെ ആദ്യം തൊട്ട് അവസാനം വരെ എന്താണോ സോഴ്സിലുള്ളത് അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? 10 ബുക്ക് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. സോഴ്സ് കണ്ടുപിടിച്ചാൽ അതാണ് എന്ത് ചെയ്യേണ്ടത്? അതിലുള്ള എല്ലാ കാര്യവും എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. സോഴ്സ് SCERT NCERT ആണോ? അതിലുള്ള എല്ലാ കാര്യവും എന്ത് ചെയ്യണം? പഠിക്കണം. സോഴ്സ് ഒരു ആക്ട് ആണോ? ആക്ടിലെ എല്ലാ കാര്യവും എന്ത് ചെയ്യണം? പഠിക്കണം. അതൊന്ന് കുറച്ച് പഠിച്ചു, ഇതൊന്ന് കുറച്ച് പഠിച്ചു, 10 ബുക്ക് റെഫർ ചെയ്തു. ഓക്കെ അല്ലേ? ഒരു ടോപ്പിക് പഠിക്കാൻ എന്ത് ചെയ്തു? ആക്ച്വലി 5 ദിവസം എടുത്തു, കയ്യിന്ന് പോയി. ഓക്കെ ആണല്ലോ? കാരണം നമുക്ക് എന്ത് ചെയ്യണം? ബാക്കി കാര്യങ്ങൾ പഠിക്കാനില്ലേ? നിങ്ങൾ PSC എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് ഒറ്റ എക്സാം ആണോ, അതോ ഇത് പഞ്ചവത്സര പദ്ധതിയാണോ? ഞാൻ 5 വർഷം കഴിഞ്ഞിട്ട് പതുക്കെ എല്ലാം എഴുതിയെടുക്കാനാണോ? അതല്ലല്ലോ, ഏജ് പോകില്ലേ? അപ്പൊ ഒറ്റ വർഷം കൊണ്ട് അടുത്ത എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 10 ബുക്ക് റെഫർ ചെയ്യണം. എന്താണോ സോഴ്സ് ഉള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. പഠിക്കുന്നത് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? സോ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയർ ആണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്താണ്? കറണ്ട് അഫയർ ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കറണ്ട് അഫയറിൽ സമയം കളയരുത്. സിലബസുമായി ബേസ് ചെയ്ത എന്തെങ്കിലും കറണ്ട് അഫയർ ഉണ്ടോ? ഓക്കെ, ആ കറണ്ട് അഫയർ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ന്യൂസിന്റെ പിന്നാലെ പോകാൻ നിന്നാൽ എന്ത് ചെയ്യും? ഒരുപാട് സമയം പോകും. ഓക്കെ അല്ലേ? ഞങ്ങൾ ന്യൂസിന്റെ മന്ത്ലി കൺസോൾട്ടേഷൻ, ഇയർലി കൺസോൾട്ടേഷൻ എല്ലാം എടുക്കും. ഇപ്പോൾ പുതിയ പാറ്റേണിൽ ന്യൂസ് ആകെ വരുന്നത് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ്. ബാക്കി എല്ലാം സിലബസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കറണ്ട് അഫയർ സ്ട്രാറ്റജി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സ്ട്രാറ്റജി പ്രകാരം തന്നെ അല്ലേ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത്? ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് അഫയർ പഠിക്കാൻ തന്നാൽ ബാക്കിയുള്ള പോർഷൻ പോയില്ലേ? ഓക്കെ അല്ലേ? വീണ്ടും പറയുന്നു, PSC സ്റ്റഡി പഞ്ചവത്സര പദ്ധതിയല്ല, റോളിംഗ് പ്ലാൻ ആണ്. ഒറ്റ വർഷം കൊണ്ട് എന്ത് ചെയ്യണം? തീർക്കണം. ഓക്കെ അല്ലേ? അപ്പൊ സിലബസ് ഉള്ള കറണ്ട് അഫയർ എന്ത് ചെയ്യുക? പഠിക്കുക. ഒരുപാട് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. ഓക്കെ അല്ലേ? ഇനി പ്രധാനപ്പെട്ട PSC ഒരു പരിപാടിയാണ് എന്ത്? റിവിഷൻ. ഓക്കെ അല്ലേ? റിവിഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം, ഓക്കെ അല്ലേ? ഒരു ഗൈഡ് എടുത്തു, ഒരു തോൽവാത്ത തോൽവിധി എടുത്തു. ഓക്കെ, അതിന്റെ എല്ലാ ഭാഗവും തീരുന്നവരെന്ത് ചെയ്യും? റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും നേരം പറഞ്ഞതെന്ന്, ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിവിഷൻ എങ്ങനെ ചെയ്യരുത്? സബ്ജക്ട് വൈസ് ചെയ്യരുത്. ടോപ്പിക് എടുക്കുക. ഓക്കെ അല്ലേ? ഇന്ന് ജോഗ്രഫി എന്നൊരു ടോപ്പിക്, എക്കണോമിക്സ് എന്ന ടോപ്പിക്, ബയോളജി എന്ന ടോപ്പിക്. പഠിക്കുന്ന ടോപ്പിക് എന്ത് ചെയ്യണം? അടിപൊളിയായിരിക്കണം. ഓക്കെ അല്ലേ? ഫൈൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം കിട്ടാൻ പോകുന്ന 5 മുതൽ 8 മാർക്കായിരിക്കും. ആ 8 മാർക്കാണോ വേണ്ടത്, അതോ 70-ല് 65 മാർക്കാണോ വേണ്ടത്? അത് ആലോചിക്കുക. ഓക്കെ അല്ലെ? 70-ല് 60 മാർക്കാണോ വേണ്ടത്? അല്ലെങ്കിൽ 100-ൽ എന്താണ്? 100-ൽ 80 ആണോ വേണ്ടത്? അതല്ലേ വേണ്ടത്? ഓക്കെ അല്ലെ? എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? കൊടുക്കണം. സാർ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുക? PSM ടൈം ടേബിൾ അനുസരിച്ച് എന്ത് ചെയ്യുക? ടോപ്പിക് റിവൈസ് ചെയ്യുക. പ്രിലിംസ്, മെയിൻസ്, പ്രിലിംസ് പ്ലസ് മെയിൻസ്. സൺഡേ എന്താണ്? കറണ്ട് അഫയർ കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഫൈൻ. അവസാനത്തെ 1.5 മാസം ഉണ്ടാവും എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ആ സമയത്ത് കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് നിങ്ങൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ, പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ചെയ്യാണ്? പഠിക്കുകയാണ്. ഓക്കെ അല്ലേ? എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റ് മനസ്സിലാക്കി എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്. ഓക്കെ അല്ലേ? അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എന്ത് ചെയ്തു? കയ്യിൽ പോയി. ഓക്കെ അല്ലേ? ആ സമയത്ത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്, എക്കണോമിക്, സയൻസ് എന്നിവയിലായിരിക്കണം. സോ അപ്പൊ ഇതൊന്നും പഠിക്കണ്ടേ? കോൺസെൻട്രേറ്റ് അങ്ങനെയല്ലല്ലോ. അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുക പറഞ്ഞാൽ എന്താ? ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിനെന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അത്രയേ ഉള്ളൂ. പഠിക്കേണ്ടത്, അതായത് ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതിലായിരിക്കും? ഏത് എക്സാം ആണോ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്. ഓക്കെ അല്ലേ? എക്കണോമിക്സ്, സയൻസ് ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? എപ്പോ? 1.5 മാസം ഉള്ളപ്പോൾ. അപ്പൊ ഈ 1.5 മാസത്തിന് മുമ്പ് നിങ്ങളുടെ കോർ സിലബസ് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? മൊത്തം പഠിക്കണോ? വേണ്ട. എന്താണോ ഇമ്പോർട്ടന്റ് ടോപ്പിക് അനുസരിച്ച് എന്ത് ചെയ്യുക? പഠിക്കുക. കിട്ടിയാ? കിട്ടി. ഓക്കെ അല്ലേ? സോ ഇത്രയും പറഞ്ഞതെന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഓക്കെ. പ്രിലിംസ് എന്ന് വെച്ചാൽ ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതിന്റെ പുറത്ത് എന്ത് ചെയ്യരുത്? മണ്ട ബ്രേക്ക് ചെയ്യരുത്. ഓക്കെ അല്ലേ? നമുക്ക്
മണ്ട ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എക്സാം ഉണ്ട്? മെയിൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? ടൈം ടേബിൾ വളരെ സിമ്പിൾ ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളും ഇല്ല. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ഒരുമിച്ച് പഠിക്കാം. എന്ത് ചെയ്യാം? എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ. സബ്ജക്ട് എല്ലാം പഠിക്കേണ്ടത് ടോപ്പിക് ആണ്. ടോപ്പിക്കിന്റെ സോഴ്സ് നോക്കുന്നു. ടോപ്പിക്സിന് എന്ത് ചെയ്യുന്നു? രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. ഓൾഡ് മെത്തേഡ് ടോപ്പിക്സ്, ന്യൂ മെത്തേഡ്. ഓക്കെ അല്ലേ? ഒരുപാട് സമയം എടുത്ത് കറണ്ട് അഫയർ എന്ത് ചെയ്യരുത്? നോക്കരുത്. സിലബസുമായി റിലേറ്റ് ചെയ്യപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാക്സിമം എന്ത് ചെയ്യുക? എന്റെ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ എന്താവും? ടോപ്പ് ആവും. വിശ്വസിക്കൂ. ഓക്കെ അല്ലേ? അടുത്ത എന്താണ് ആക്ച്വലി? ഓക്കെ അല്ലേ? സോ മൊത്തം PSC സ്റ്റഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? LDC 10th മെയിൻ തൊട്ട് ഡിഗ്രി വരെ ഡീപ് സ്റ്റഡി റിക്വയർ ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? 6 ടൈപ്പ് ക്വസ്റ്റ്യൻ ഏതിൽ വരുന്നുണ്ട്? LDC തൊട്ട് ഡിഗ്രി വരെ എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പൊ ഡീപ് സ്റ്റഡി വേണം. ഓക്കെ അല്ലേ? ഏത് മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ? 10th പ്രിലിംസും LGSും. ഈ രണ്ടല്ലേ ഡിഫറെന്റ് ഉള്ളൂ. എന്ന് വെച്ചാൽ മൊത്തം PSC എക്സാമിന് രണ്ടായി തിരിച്ചു. ഓക്കെ അല്ലേ? ഒന്ന് 10th പ്രിലിംസും LGSും. ബാക്കി എല്ലാ എക്സാംസിനും എങ്ങനെ പഠിക്കണം എന്ന് എനിക്ക് അറിയാം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ? 10th പ്രിലിംസിനും LGSനും എങ്ങനെ പഠിക്കണം എന്ന് എനിക്ക് അറിയാം. ഇത്രയും ഓക്കെ ആണല്ലോ? നമ്മുടെ സ്ട്രാറ്റജി ഏകദേശം ഐഡിയ ആയോ? 10th പ്രിലിംസിന്റെ കൺസെപ്റ്റ് കിട്ടിയോ? ഓക്കെ. എന്താ പറയാ, മെയിൻസിന്റെ കൺസെപ്റ്റ് കിട്ടിയോ? ഒരേ സമയം എങ്ങനെയാ എല്ലാ എക്സാമിനും പഠിക്കുക എന്നുള്ള ഐഡിയ കിട്ടിയോ? ആക്ച്വലി ഓക്കെ അല്ലേ? സബ്ജക്ട് വൈസ് അല്ല, ടോപ്പിക് വൈസ് ആണ് പഠിക്കുക എന്നുള്ള സംഭവം കിട്ടിയോ? ടൈം ടേബിൾ വളരെ സിമ്പിൾ ആക്കിയോ? വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലും എന്താ പറയാ, ഹോം മേക്കേഴ്സ് ആണെങ്കിലും എങ്ങനെയാണ് എക്സാമിൽ ടോപ്പ് ആവാന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ടോപ്പ് ആവാന്ന് മനസ്സിലായോ? എങ്ങനെയാ സോഴ്സ് എടുക്കാന്ന് മനസ്സിലായോ? ഇത്രയെല്ലാം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ. അപ്പൊ ഈ പരിപാടിയുടെ പേരാണ് KPS, കിരൺസ് PSC സ്റ്റഡി മെത്തേഡ്. ഓക്കെ അല്ലേ? ഈ മെത്തേഡ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലാസ്സസ് പഠിക്കാൻ വേണ്ടി പോകും. ഓക്കെ അല്ലേ? ടോപ്പിക്കിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഈ പുതിയ മെത്തേഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതിനെ കുറിച്ചുള്ള കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? ഇതിന്റെ PDF ഒക്കെ എവിടെ കിട്ടും? @കിരൺ സ്റ്റഡി സർക്കിൾ, കിരൺ സ്റ്റഡി സർക്കിൾ 1 2 3 കിട്ടും. ഓക്കെ. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പുള്ള വീഡിയോസ് എന്ത് ചെയ്യണം? കണ്ടിട്ട് വേണം ഇത് നന്നായിട്ട് കാണാൻ വേണ്ടി. ക്ലിയർ? അപ്പോ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്കും കൂടി എത്തിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലൊരു വീഡിയോ ആയിട്ട് അടുത്ത സെക്ഷനിൽ കാണാം. ബൈ.